തിരുക്കുമാരനും അമ്മ മാതാവും ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാനാണ് ഞാനും എൻ്റെ കുടുംബവും ഇവിടെ വന്ന് നിൽക്കുന്നത്. എൻ്റെ പേര് സുമിത, ഇതെൻ്റെ ഭർത്താവ് വിനോദ് കുമാർ, എൻ്റെ മൂത്ത മോൻ അബിൻ വിനോ, ഇളയ മോൻ ആൽജിൻ വിനോ. ഞങ്ങൾ പട്ടാമ്പിയിൽ നിന്നാണ് വരുന്നത്. ഇതെൻ്റെ രണ്ടാമത്തെ ഉടമ്പടി സാക്ഷ്യമാണ്. ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് 2021 മാർച്ച് മാസത്തിലാണ്. ഞങ്ങളുടെ ഭവനത്തിൽ വർഷങ്ങളായി 10-15 വർഷം മുതലേ കുടുംബ പ്രാർത്ഥന ഇല്ലായിരുന്നു. അത് ഉടമ്പടി എടുത്ത അന്ന് മുതൽ ഈ നിമിഷം വരെയും കുടുംബ പ്രാർത്ഥന ഒരു മുടക്കം കൂടാതെയും പ്രാർത്ഥിക്കാൻ സാധിക്കുന്നുണ്ട്. ഹസ്ബൻഡ് ഇല്ലാത്ത സമയങ്ങളിൽ, ജോലിക്ക് പോയിക്കുന്ന സമയങ്ങളിൽ ഞാനും കുട്ടികളും മുടങ്ങാതെ കുടുംബ പ്രാർത്ഥന ചൊല്ലാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു അനുഗ്രഹം ചെയ്തു തന്ന കൃപാസന മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി പറയുന്നു. അതേപോലെ തന്നെ എൻ്റെ അമ്മായിയമ്മയ്ക്ക് ഒരു 8-9 മാസത്തിന് മുമ്പേ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞായിരുന്നു, നട്ടലിൻ്റെ ഓപ്പറേഷൻ. 2 ഓപ്പറേഷനാണ് ഒരാഴ്ചയിൽ തുടരെ കഴിഞ്ഞത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു 10% പോലും നടക്കില്ല, യൂറിനും മോഷനും കൺട്രോൾ ആവില്ല എന്ന് പറഞ്ഞായിരുന്നു. ഞാനാണ് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നത് ആ ഒരാഴ്ചയും. അപ്പോൾ ഞാൻ ഉടമ്പടി നേർച്ച വസ്തുക്കൾ തൈലം പുരട്ടി പ്രാർത്ഥിക്കുകയും നേർച്ച വസ്തുക്കളായ ഉപ്പും തേനും ഒക്കെ കഴിക്കാൻ കൊടുക്കുകയും ചെയ്യുമായിരുന്നു. എന്നിട്ട് ഞാൻ നേർച്ച നേർന്നു പ്രാർത്ഥിച്ചായിരുന്നു, അമ്മ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ നടക്കുകയാണെങ്കിൽ ഇവിടെ വന്ന് അമ്മയുടെ സന്നിധിയിൽ വന്ന് സാക്ഷ്യം പറയാമെന്ന്. അതിൻ്റെ ഫലമായി അമ്മ 1.5 മാസം കഴിഞ്ഞ ഉടനെ തന്നെ നടക്കാൻ തുടങ്ങി. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ എൻ്റെ ഭർത്താവിന് 2 കൈയിലും അരിമ്പാറയുണ്ടായിരുന്നു. ഒത്തിരി ഓയിൽമെൻറ്റൊക്കെ പുരട്ടിയിട്ടും ഒരു കുറവും ഇല്ലായിരുന്നു. അവസാനം ഞങ്ങൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ചെന്ന് ഡോക്ടറെ കാണിച്ചപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു കരിയിച്ച് കളയണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഡേറ്റ് എടുത്തു. 2 മാസം സമയമുണ്ടായിരുന്നു. ആ സമയത്തിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ മാതാവിൻ്റെ ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കുറച്ച് ദിവസങ്ങൾക്കകം അതെല്ലാം പൂർണ്ണമായി മാറി, ഒരു പാടുപോലും ഇല്ലാതെ എല്ലാം സൗഖ്യം തന്നു. അമ്മ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. അതേപോലെ തന്നെ ഞങ്ങൾക്കൊരു വാഹനം വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. വർഷങ്ങളായി കൊണ്ടുള്ള ആഗ്രഹമാണ്. ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം വാങ്ങണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങൾ അതിന് 5-6 വർഷം കൊണ്ടേ ഞങ്ങളിങ്ങനെ ആഗ്രഹിച്ച് നടക്കുകയായിരുന്നു. ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി 6 മാസത്തിനുള്ളിൽ അമ്മ മാതാവ് ഞങ്ങൾക്ക് പുതിയൊരു വാഹനം വാങ്ങാൻ തന്നെ ഞങ്ങളെ സഹായിച്ചു. അതേപോലെ തന്നെ എൻ്റെ മൂത്ത മോനാണ്. അവന് 10ാം ക്ലാസ്സിൽ CBSEക്ക് 93% മാർക്ക് തന്ന് അമ്മ മാതാവ് വിജയം തന്നു അനുഗ്രഹിച്ചു. മാൻ എക്സാമിന് പോകുമ്പോഴത്തേക്കും ഞാൻ ഉടമ്പടി നേർച്ച വസ്തുക്കളായ തൈലം കുരിശ് വരച്ച് പ്രാർത്ഥിക്കുകയും ഉപ്പും തേനും കഴിക്കാൻ കൊടുക്കുകയും അതോടൊപ്പം തന്നെ അമ്മയുടെ കാശ് രൂപം കൊടുത്തുവിടുകയും ചെയ്യുമായിരുന്നു. മകന് നല്ല വിജയം തന്നു അനുഗ്രഹിച്ചതിനെ ഞാൻ നന്ദി പറയുന്നു. അതേപോലെ തന്നെ എനിക്ക് ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പേ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ മോനുമായിട്ട് അവനൊരു എക്സാം ഉണ്ടായിരുന്നു തൃശ്ശൂരിൽ വെച്ചിട്ട്. ആ എക്സാമിന് പോയിരുന്ന സമയത്ത് ഞാൻ ചർച്ചിൽ പോയിരിക്കുകയായിരുന്നു. കുർബാന കഴിഞ്ഞ് ഞാനൊരു 10 മണിയായപ്പോഴത്തേക്കും വീട്ടിലെത്തി. അപ്പോൾ ഞാൻ സാധാരണ വീട് തുറക്കും പോലെ തുറന്നു അകത്ത് കയറി. പക്ഷേ ലൈറ്റ് ഒന്നും ഇട്ടില്ലായിരുന്നു. പക്ഷേ ഞങ്ങളുടെ വീട്ടിലെ ഗ്യാസ് ഓണായിരുന്നു. ഗ്യാസ് ഇങ്ങനെ ലീക്കായി കൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കത് പെട്ടെന്ന് അറിയാം, അതിൻ്റെ മണം അറിയാൻ സാധിച്ചില്ലായിരുന്നു. സാധാരണ ഞാൻ എപ്പോഴും വീട്ടിൽ കയറിയാലും, ഹാളിൽ കയറിയാലും, ബെഡ്റൂമിൽ കയറിയാലും, കിച്ചണിൽ കയറിയാലും എപ്പോഴും ലൈറ്റ് ഇടുന്ന സ്വഭാവമായിരുന്നു എൻ്റേത്. പക്ഷേ അന്ന് ഞാൻ ഒരു റൂമിൽ കയറിയിട്ടും എനിക്ക് ലൈറ്റ് ഇടാൻ തോന്നിയില്ലായിരുന്നു. ഞാൻ റൂമിൽ വന്നു, കുർബാന കൂടിയിട്ട് റൂമിൽ വന്ന് മൊബൈലെടുത്ത് സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ട് കിടന്നു. അത് കഴിഞ്ഞ് ഒരു 10 മണിക്കാണ് ഈ ഗ്യാസ് ഇങ്ങനെ ഓണായിക്കൊണ്ടേയിരിക്കുന്നത്. 10 മണിക്ക് ഹസ്ബൻഡ് അറിഞ്ഞില്ലായിരുന്നു. ഹസ്ബൻഡ് വിചാരിച്ചു അത് ഓണായിരുന്നു, പക്ഷേ ഓണായില്ലായിരുന്നു. ഹസ്ബൻഡ് 10 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നു. ഞാൻ 10 മണിക്ക് വരികയും ചെയ്യായിരുന്നു. അങ്ങനെ ഒരു 12:45 ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കിച്ചണിലോട്ട് പോയ സമയത്തും ഞാൻ ലൈറ്റ് ഇട്ടില്ല. സാധാരണ ലൈറ്റ് ഇടുന്നത് ഞാനാണ്, ലൈറ്റൊന്നും ഇട്ടില്ലായിരുന്നു. എന്നിട്ട് ഞാൻ ഭക്ഷണമൊക്കെ കോരിക്കൊണ്ടുവന്ന് ഹാളിൽ കൊണ്ടുവച്ച് കഴിച്ചിട്ടും എനിക്കൊന്നും മനസ്സിലായില്ല. എൻ്റെ ഇളയ മകൻ കട്ടിൽ കിടന്ന് ഉറക്കമായിരുന്നു. എന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് തിരിച്ച് പാത്രം കൊണ്ട് അടുക്കളയിൽ കൊണ്ട് വയ്ക്കാൻ പോയപ്പോഴത്തേക്കും ഞാൻ വാഷ് ബേസിൽ നിന്ന് കുനിഞ്ഞു നിന്ന് വാ കൊപ്പിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് ഈ മണം അടിച്ചത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് അത് മനസ്സിലായി, ഇത് ഗ്യാസിൻ്റെ മണമാണ്, ഗ്യാസ് ലീക്കാണെന്ന് മനസ്സിലായി. പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഗ്യാസ് ഓണിലായിരുന്നു. ഗ്യാസ് ഇങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഞാൻ പെട്ടെന്ന് തന്നെ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് എല്ലാ വാതിലും ജനലും ഒക്കെ തുറന്നിട്ടു. എന്നിട്ട് അമ്മ മാതാവിൻ്റെ മുമ്പിൽ വന്ന് ഒത്തിരി നന്ദി പറഞ്ഞു. എന്നിട്ട് അമ്മയ്ക്ക് ഒരു ജോമാല ചൊല്ലി കാഴ്ചവെച്ചു. പിന്നെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഞാൻ വെറുതെ ഇരിക്കുമ്പോഴത്തേക്ക് ജോമാല ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്. ചില ദിവസങ്ങളിലൊക്കെ, എനിക്ക് പറ്റുന്ന ദിവസങ്ങളിലൊക്കെ 7 തവണ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ ഇവിടെ നിന്ന് ഞാൻ പത്രം വാങ്ങിച്ചിട്ട് ആശുപത്രികളിലും ബസ് സ്റ്റാൻഡുകളിലും കടകളിലും ഞാൻ വിതരണം ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ
അനാഥാലയത്തിൽ രോഗികളെ അമ്മമാരെ ചെന്ന് നോക്കാറുണ്ട്, അവരോടൊപ്പം സംസാരിക്കാറുണ്ട്. പിന്നെ ഞങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ അനാഥാലയത്തിൽ ഞങ്ങൾ അരിയൊക്കെ വാങ്ങി കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ ഞങ്ങൾ ആശുപത്രികളിൽ പൊതിച്ചോറ് കൊടുക്കാറുണ്ട്. ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ 2 മാസം കൂടുമ്പോഴത്തെങ്കിലും 20 പൊതിച്ചോറ് വീതം ഞങ്ങൾ കൊടുക്കാറുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന അമ്മ മാതാവിനും തിരുക്കുമാറിനും കോടാനുകൂടി നന്ദി പറയുന്നു. ഇനിയും ഈ അൾത്താരയിൽ കയറി ഞാൻ ഉടമ്പടി ഇന്ന് പുതുക്കിയിട്ടുണ്ട്. ഇനിയും വച്ചിരിക്കുന്ന വിഷയങ്ങളുടെ മേൽ സാക്ഷ്യം പറയാൻ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു. നമ്മുടെ മുൻപിൽ സുമിത എന്ന സഹോദരി തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ ഈ സഹോദരി പറയുകയായിരുന്നു, ജീവിതത്തിൻ്റെ പല അവസ്ഥകളിൽ പരിശുദ്ധ അമ്മയുടെ സഹായവും സംരക്ഷണവും മധ്യസ്ഥവും സാന്നിധ്യവുമൊക്കെ ഈ കുടുംബത്തിന് ലഭിക്കുന്നതായിട്ട്. സഹോദരി നമ്മളോട് പറഞ്ഞു, കുടുംബ പ്രാർത്ഥനയിൽ സ്ഥിരമായിട്ട് പങ്കുചേരുവാനായിട്ടുള്ള അഭിഷേകം ഇവരുടെ കുടുംബത്തിന് ലഭിച്ചു. അതുപോലെ തന്നെ പറഞ്ഞു, അമ്മയുടെ നട്ടലിൻ്റെ ഓപ്പറേഷന് ശേഷം സുഖകരമായിട്ട് നടക്കുവാനായിട്ട് അമ്മയ്ക്ക് സാധിച്ചു എന്ന് പറഞ്ഞു. പുതിയൊരു വാഹനം വാങ്ങുവാനായിട്ടുള്ള അവസരം പരിശുദ്ധ അമ്മ ഒരുക്കി കൊടുത്തു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഗ്യാസിൻ്റെ അപകടത്തിൽ നിന്ന് എങ്ങനെയാണ് ഈ കുടുംബം രക്ഷപ്പെട്ടതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മകൻ്റെ പഠനത്തിൻ്റെയും പരീക്ഷയുടെയും അവസ്ഥയിൽ പരിശുദ്ധ അമ്മ എങ്ങനെയാണ് ഇടപെട്ടതെന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ഉടമ്പടി എടുത്ത ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ഓരോ അവസ്ഥകളിലും പരിശുദ്ധ അമ്മയുടെ ശക്തമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകുന്നു എന്നുള്ളത് അൾത്താരയിൽ പറയപ്പെടുന്ന ഓരോ സാക്ഷ്യങ്ങളിലും നമ്മൾ കേൾക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലും നമ്മൾ അനുഭവിക്കുന്നതാണ്. പരിശുദ്ധ അമ്മ ജീവനോടെ നമ്മുടെ ഓരോരുത്തരുടെയും ഇടയിൽ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ വസിക്കുന്നു എന്നുള്ള ബോധ്യത്തിൽ നമ്മുടെ പ്രാർത്ഥനയിൽ തീക്ഷ്ണതയുള്ളവരാകുവാനായിട്ടും നമ്മളുടെ ഓരോ അവസ്ഥകളിലും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥവും സഹായവും നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ടും ആവശ്യപ്പെടുവാനായിട്ടും കൂടുതൽ തീക്ഷ്ണത ഉണ്ടാവുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തോട് ചേർന്നുകൊണ്ട് ഈ കുടുംബത്തിൽ പരിശുദ്ധ അമ്മ ചൊരിഞ്ഞ വലിയ അനുഗ്രഹങ്ങൾക്കും അടയാളങ്ങൾക്കും ഇരുകരങ്ങളും അടിച്ച് നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയാം. ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.